എല്ലാവർക്കും നമസ്കാരം. വേൾഡ് ഹൗസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 5 BHK പ്രീമിയം വീട് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വീടും കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. എൻ്റെ ബാഗിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തച്ചോട്ടവ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 2 വീടിൻ്റെ ഇപ്പുറത്ത് മാത്രമായിട്ടാണ് നമുക്ക് വീട് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് മെയിൻ റോഡ് വരെ പോകാൻ ഒരു 50 മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ഈ വീട്ടിൽ നിന്ന് നമുക്ക് മെയിൻ റോഡ് കാണാൻ പറ്റും. ഈ വീട് ലാൻഡ് ചെയ്യുന്ന 6 സെൻറ്റിൽ 2780 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമും 5 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് 3 വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. വീടിനൊരു കവേർഡ് കാർ പോർച്ചും വരുന്നുണ്ട്. മുറ്റത്ത് നമുക്ക് 2 കാർ ഇടാനുള്ള സ്പേസും വരുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. വീട് ചുറ്റുള്ള വാസ്തു ബേസ്ഡായിട്ടാണ് കിഴക്ക് ദർശനമാണ് വരുന്നത്. വീട്ടിൽ കുടിവെള്ളത്തിന് കിണർ, ഫ്രണ്ടിൽ നമുക്ക് കിണറും ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്ലാഡിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ വുഡെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന തേക്കും പ്ലാവുമാണ്. 2 കളർ കോമ്പിനേഷനിലാണ് വീടിൻ്റെ പെയിൻറ്റിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കണ്ടംപററി ഡിസൈനിലാണ് വീട് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ പോകാൻ 10 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി 13 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഫാൻസി ലൈറ്റും ചെയ്തിട്ടുണ്ട്. ഒരു സർവൻറ്റ് ടോയ്ലറ്റ് നമുക്ക് ബാക്കിൽ വരുന്നുണ്ട്. ഈ വീട്ടിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ ഹരിതസേനയിൽ നിന്നും ആൾ വരുന്നതാണ്. ഫുഡ് വേസ്റ്റ് എടുക്കാൻ ഫാമിൽ നിന്നും ആൾ വരുന്നതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ടിൽ ഗ്ലാഡിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്ലാഡിങ് വർക്കിന് ഫുൾ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് തേക്കും പ്ലാവുമാണ്. ഇത് നമ്മുടെ ക്ലിയർ പോളിഷും ചെയ്തിട്ടുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1,25,00,000 രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ പ്രൈസാണ്. 80% നമ്മൾ ഏത് ബാങ്കിലായിരുന്നു നമ്മൾ ഹോം ലോൺ ചെയ്ത് കൊടുക്കുന്നതാണ്. ഫ്രണ്ടിൽ നമുക്ക് സിംഗിൾ പാളിയുടെ 2 ഡോറാണ് വരുന്നത്. ഇത് നമുക്ക് പ്ലാവാണ്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ. വലിയൊരു ലിവിങ് ഏരിയയാണ് വരുന്നത്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, ഓട്ടോമാറ്റിക് ഫാനുകൾ വരുന്നുണ്ട്, ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 ഫേസാണ് കണക്ഷൻ വന്നിട്ട്. എത്ര ഇഞ്ച് TV ആണോ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. ഇതിൽ നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. അകത്തെ കളറൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ് കളറാണ് അകത്തെ കളർ ഉപയോഗിച്ചിരിക്കുന്ന. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 3 ബെഡ്റൂമാണ് ഈ വീട്ടിന് വരുന്നത്. ടെയിൽ വന്നിട്ട് 5ക്ക് 2.5 വെട്രിഫൈഡ് ടെയിലാണ്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് വരുന്നുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് ഡൈനിങ്ങിൻ്റെ സ്പേസ് ആണ്. ഡൈനിങ്ങിലോട്ട് പോകുന്നിടത്ത് കബോർഡ് വർക്കിൽ വലിയ രീതിയിൽ തന്നെ പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ഡൈനിങ്ങിൻ്റെ സ്പേസ്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഡൈനിങ്ങിൻ്റെ സ്പേസ് വന്നിട്ട്. സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കബോർഡ്, വലിയ രീതിയിലാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഈ കാണുന്ന സ്പേസിലാണ് നമ്മുടെ വാഷ് ബേസിൻ വന്നിട്ട്. ഫിറ്റിങ്സിന് ഉപയോഗിച്ചിരിക്കുന്ന ജാഗോറാണ്. ഇവിടെ നമുക്ക് ചെറിയ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെറിയ രീതിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. ലിവിങ് ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x12 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ബെഡ്റൂമിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സെൻറ്റർ ചെവിൽ വലിയ രീതിയിൽ തന്നെ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. നമ്മുടെ 5 ബെഡ്റൂമിലും AC പോയിൻറ്റും 5 വാഷ്റൂമിൽ നമ്മുടെ ഹീറ്റർ പോയിൻറ്റും ചെയ്തിട്ടുണ്ട്. കബോർഡിലേക്ക് വലിയ രീതിയിലാണ് സ്റ്റോറേജ് വരുന്നത്. നല്ല പ്രീമിയം ബോൾട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. വലിയ വാഷ്റൂമാണ്. വാഷ്റൂമിലെ ഫിറ്റിങ്സ് ഒക്കെ വന്നിട്ട് നമുക്ക് സെറയാണ് വരുന്നത്. അടുത്ത ലിവിങ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x13 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സെൻറ്റർ ചെവിൽ നമുക്ക് ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. 4 പാളിയുടെ വലിയൊരു കബോർഡ് വർക്കാണ് ഈ ബെഡ്റൂമിൽ വരുന്നത്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇതിൽ നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. മുകളിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇത് നമുക്ക് വലിയ വാഷ്റൂമാണ്. വാഷ്റൂമിലെ ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് സെറയാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. വാഷ്റൂമിലെ ഡോർ ആയിരുന്നാലും നല്ല പ്രീമിയം ഡോറാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്.
അടുത്ത ലിവിങ് ഏരിയ എന്ന് വരുന്നത് നമുക്ക് വലിയൊരു ഓപ്പൺ കിച്ചണാണ്. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. വലിയ രീതിയിൽ സ്റ്റോറേജ് കൂടിയ നമുക്ക് കിച്ചണാണ് ഇവിടെ വരുന്നത്. കിച്ചണിലെ കബോർഡ് വർക്കിന് ഉപയോഗിക്കുന്ന നല്ല പ്രീമിയം ബോൾട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ള 2 കളർ കോമ്പിനേഷനിലാണ് നമ്മുടെ കബോർഡ് വർക്ക് വരുന്നത്. ഷെയ്ഡിൻ്റെ മുകളിലൊക്കെ നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്, സ്പോൾ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിലെ ഫിറ്റിങ്സ് എല്ലാം വന്നത് ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ഹോബും വരുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ അഡീഷണൽ വർക്ക് വേണമെങ്കിൽ നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുന്നതാണ്. ഇവിടെ നമുക്ക് 2 വാഷ് ബേസിനാണ് വരുന്നത്. 2ഉം ഫിറ്റിങ്സിന് ഉപയോഗിച്ചിരിക്കുന്നത് സെറയാണ്. ഇവിടെ നമുക്ക് ഫ്ലോർ ടൈൽ വന്നിട്ട് 4x2 മാറ്റ് ടൈലാണ്, നല്ല ഗ്രിപ്പുള്ള ടൈലാണ്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ചെവിൽ നമുക്ക് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന വി ഗാർഡാണ്. സ്വിച്ചെല്ലാം വന്നിട്ട് ഹെലൈസിൻ്റെ സ്വിച്ചാണ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പോയിന്റ് വന്നിട്ട്. കിച്ചണിൽ സ്റ്റോറേജ് നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ കാണുന്ന സ്പേസിലൊക്കെ നമുക്ക് വലിയ രീതിയിലാണ് സ്റ്റോറേജ് വരുന്നത്. ഇതെല്ലാം നമുക്ക് വലിയ രീതിയിലാണ് സ്റ്റോറേജ് വരുന്നത്. ഈ ഷെയ്ഡിൻ്റെ മുകളിൽ കാണുന്നതും നമുക്ക് വലിയ രീതിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് വലിയ രീതിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 ഫ്രിഡ്ജ് വയ്ക്കാൻ പറ്റും. ഇവിടെ ഒരു ഫ്രിഡ്ജ് വയ്ക്കാൻ പറ്റും, ഇവിടെ ഒരു ഫ്രിഡ്ജ്, അങ്ങനെ നമുക്ക് 2 ഫ്രിഡ്ജ് ഇവിടെ വയ്ക്കാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മുടെ ബാക്ക് സൈഡ്. ബാക്കിലെ ഡോറുകളെല്ലാം നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട്. ബാക്ക് സൈഡിൽ വലിയൊരു വർക്ക് ഏരിയ എടുക്കണമെങ്കിൽ അതിനുള്ള സ്ഥലം വരുന്നുണ്ട്. നമുക്ക് ഗ്യാസ് സിലിണ്ടർ വയ്ക്കാൻ വേണ്ടി വെളിയിൽ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ബാക്കിലാണ് നനകല്ല് വരുന്നത്. 3 സൈഡ് നമുക്ക് നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ 4 ചുറ്റും നമുക്ക് CCTVയുടെ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ 3 ചുറ്റും അത്യാവശ്യം നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഡൈനിങ്ങിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. ഇതിൻ്റെ സെൻറ്റർ ചെവിൽ നമുക്ക് വലിയൊരു ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറുന്നിടത്ത് നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിലെ ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് വുഡാണ്. ഇത് നമ്മുടെ ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലാവാണ് വരുന്നത്. ഇതിൽ ടെമ്പേർഡ് ഗ്ലാസും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ വിശാലമായിട്ടുള്ള ഹാള്. ഇവിടെ നമുക്ക് വലിയൊരു TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കമ്പ്യൂട്ടർ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു സ്പേസാണ് വരുന്നത്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ഈ കാണുന്ന സ്പേസിലാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഈ TV യൂണിറ്റിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു കമ്പ്യൂട്ടർ സ്റ്റാൻഡും ചെയ്തിട്ടുണ്ട്. ഈ ഹാളിൽ നിന്നും വരുന്ന 3ാമത്തെ ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. അകത്തെ ഡോറുകളെല്ലാം നമുക്ക് പ്ലാവാണ്, മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെയും ഫിറ്റിങ്സിന് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് സെറയാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഹാളിൽ നിന്നും വരുന്നത് നമുക്ക് 4ാമത്തെ ബെഡ്റൂമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 16x10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെയും ഫിറ്റിങ്സ് ഉപയോഗിക്കുന്ന സെറയാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഹാളിൽ നിന്നും വരുന്നത് നമുക്ക് 5ാമത്തെ ബെഡ്റൂമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ 5ാമത്തെ ബെഡ്റൂം. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ചെവിൽ ഒരു അഡീഷണൽ കളർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 4 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x13 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിങ്സിന് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് സെറയാണ് വരുന്നത്.
അടുത്ത ഹാളിൽ നിന്ന് വരുന്നത് നമുക്ക് ബാൽക്കണിയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ബാൽക്കണി. ഇവിടെ നമുക്ക് 2 ബാൽക്കണിയാണ് വരുന്നത്. ഈ ബാൽക്കണിയിൽ നമുക്ക് സീലിംഗ് വർക്കിൽ പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പാനൽ വർക്കിന് വുഡിൻ്റെ ഡിസൈൻ വന്ന ടെയിലാണ് വരുന്നത്. ഫ്രണ്ട് വുഡെല്ലാം വന്നിട്ട് നമുക്ക് പ്ലാവാണ്, ക്ലിയർ പോളിഷും ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ വർക്കിന് ഉപയോഗിച്ചിരിക്കുന്ന നമുക്ക് സ്റ്റീലാണ്. ഇതിൽ നമ്മുടെ ടെമ്പേർഡ് ഗ്ലാസ് വരുന്നുണ്ട്. ഈ കാണുന്നത് നമുക്കൊരു വലിയ ബാൽക്കണിയാണ്. ഇവിടെ നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് ഇവിടെ ഒട്ടിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ബാൽക്കണിയാണ്. ഇവിടെ ഹാൻഡിൽ വർക്കിന് ഉപയോഗിക്കുന്ന ജിയോ പൈപ്പിൽ മാറ്റ് ബ്ലാക്ക് പെയിൻറ്റും ബ്രൗൺ പെയിൻറ്റുമാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് റോഡ് കാണാൻ പറ്റും. നല്ലൊരു സൈലൻ്റ് ഏരിയക്കകത്താണ് ഈ ഒരു വീട് വരുന്നത്. ഹാളിൽ നിന്നും അടുത്തൊരു നമുക്ക് ഓപ്പൺ ടെറസിലോട്ട് പോകുന്ന ഡോറാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഓപ്പൺ ടെറസ്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ സൈഡിൽ കൂടിയാണ് നമുക്ക് ടെറസിലോട്ട് വന്ന സ്റ്റെയർ വന്നിട്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ടെറസിൽ ഫുൾ നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. 750 ലിറ്ററിൻ്റെ 2 ടാങ്ക്, 1500 ലിറ്റർ വെള്ളമാണ് നമുക്കിതിൽ കപ്പാസിറ്റി വരുന്നത്. ഇവിടെ നമുക്കൊരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ടെറസിലോട്ട് ഇറങ്ങാൻ വേണ്ടിയായിട്ട് ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റെയറും ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം നമുക്ക് ചെറിയ ഗാർഡൻ വർക്കൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. ഈ വീടിലേക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് തച്ചോട്ടാവിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ മാത്രം മാറിയാണ് നമുക്കൊരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട് ലാൻഡ് ചെയ്യുന്ന 6 സെൻറ്റിൽ 2780 സ്ക്വയർ ഫീറ്റാണ്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1,25,00,000 രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ പ്രൈസാണ്. ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ പോകാൻ 10 കിലോമീറ്ററും എയർപോർട്ട് പോകാൻ 13 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നമുക്ക് 5 ബെഡ്റൂമാണ് വരുന്നത്. 5 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് 3 വാഹനം, വലിയ 3 വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. ഈ വീട് കാണാനോ ഈ വീടിൻ്റെ ഡീറ്റെയിലോ കാര്യങ്ങളോ അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തെന്തെങ്കിലും പുതിയൊരു വില്ല പ്രോജക്റ്റ് ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ.